അതല്ലമ്മ, പാറുവിന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷേ ഇപ്പം എനിക്ക് ടെൻഷനാവണമ്മ. ആ ആ ഇല്ല, ഇവിടെ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാനും ലച്ചുവൊക്കെ മാറി മാറി പഠിപ്പിക്കണല്ലേ, അതിനൊന്നും കുറവൊന്നുമില്ല. അയ്യോ അത് ശരിയാവില്ല. കേശുവിൻ്റെ ഒപ്പം എപ്പോൾ ഇരുന്നാലും അടിയാണ്. പിന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത വാശി മൊത്തം അവൻ്റെ അടുത്ത് എടുക്കണം. ഓ, ഞാനത് വിചാരിച്ച് ഡോക്ടറെ കാണിക്കാന്നൊക്കെ. പിന്നെ നമ്മൾ ഈ ക്ലാസ്സിലെ മിസ്സിനോടൊന്നും കൂടെ സംസാരിച്ചിട്ടേ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാ. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ശരി, ഓക്കെ അമ്മ, ഓക്കെ. രാവിലെ എന്ത് ടെൻഷനും ദേഷ്യവും? ഞാൻ നെയ്യാറ്റിങ്ങര അമ്മ വിളിച്ചിട്ട് സംസാരിക്കായിരുന്നു. പാറുവിൻ്റെ കാര്യം അവള് മിസ് പിന്നെയും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് എനിക്കാകെ ടെൻഷനായിട്ട് വയ്യ. ചേച്ചി ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കുകയാണോ? ഞാൻ ഈ കാര്യം കൊച്ചിൻ്റെ കാര്യം ബാലുവിനോട് പറഞ്ഞിട്ട് കേട്ട പാവം പോലും നടിച്ചില്ല. കുഴപ്പമില്ല, ഞാനെന്തായാലും ഇന്ന് മിസ്സിനെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. ചേച്ചിക്ക് ടീച്ചറിന്റെ വീട് അറിയോ? ഓ അറിയാം, വാഴക്കല ജംഗ്ഷനിൽ. അവിടെ നിനക്കറിയാടാ കേശു? മറ്റേ ഹോട്ടലിന്റെ സൈഡില്. ഓ അത് തന്നെ. അമ്മ, ഈ പാറു ഈ പ്രായത്തിലേ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ കാര്യമുള്ള കാര്യമാണോ? ഈ കേശുവും ശിവയൊക്കെ പ്രായത്തിൽ അതിനപ്പുറമായിരുന്നു. അതിപ്പോ ഞങ്ങളുടെ കാര്യം എന്തിനാ ഇവിടെ പറയണേ? പിന്നെ ഈ വീട്ടിലെ പിള്ളേരുടെ കാര്യം പറയുമ്പോ നമ്മുടെ കാര്യമല്ലേ പറയേണ്ടത്? ഞാൻ ഇപ്പൊ പിള്ളേരല്ലോ, ഞാൻ ഇപ്പൊ എഴുതായില്ലേ? നീ പിള്ളേരായിരുന്നില്ലേ? അയിനി അപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത്. എന്തോന്നടേ, ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടെ പാറിന്റെ കാര്യമല്ലേ വിഷയം. അതാ ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്ര വലിയ കാര്യമുള്ള കാര്യമാണോ? അത് കാര്യമാണ്. കാരണം ഞാനും കുറച്ചു നേരത്തെ വിചാരിച്ചത് വലിയ കാര്യമല്ലെന്ന്. പക്ഷെ ഇപ്പോഴും പിന്നെയും ടീച്ചർ വിളിച്ചെന്ന് പറയുമ്പം അതിലെന്തോ കാര്യമില്ലേ? ഇപ്പൊ ചേച്ചിയുടെ പ്രശ്നം എന്താണ്? പാറ കൂട്ടി ശ്രദ്ധിക്കുന്നില്ലെന്നാണ് അതോ അളിയും ഗവനിക്കില്ലെന്നാണ്? രണ്ടും അല്ലേ അമ്മ? അല്ല, അങ്ങനെ എൻ്റെ കൊച്ചിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ലോ അതെനിക്ക് പ്രശ്നമല്ല. എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ചേട്ടാ ഇത് എവിടെ പോണു? ഓ, ചേട്ടൻ ഇതെവിടെ പോണു? ചേട്ടൻ എപ്പോഴും പറഞ്ഞിട്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. ചേട്ടൻ എവിടെ പോണു? അല്ല, അല്ലെങ്കിലും അച്ഛൻ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലേ. പാറു കൊച്ചല്ലേ, കൊച്ചാകുമ്പോ അത്ര വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ അല്ലേ? പക്ഷെ ഉണ്ടല്ലോ, അച്ഛൻ മൈൻഡ് ചെയ്യാത്തത് അമ്മയുടെ വലിയൊരു പ്രശ്നമാണ്. പക്ഷെ ആ കാര്യം അമ്മ തുറന്ന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് പിന്നെ അല്ലായിരിക്കുമോ? ഈ അളി എന്ത് ഇങ്ങനെ? മര്യാദക്ക് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ അത് കാണാനും ഉണ്ട് ഇപ്പോ. എന്തോന്ന്, ഞാൻ കോളേജിൽ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിപ്പോയി. ഇതാ കിടക്കണ പാറുന്റെ അവസ്ഥ കണ്ടാ. ഒരാളില്ല വേറെ ശ്രദ്ധിക്കാൻ, ഞാൻ മാത്രമുണ്ട്. നടക്കുക മൂത്ത ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒന്ന് പഠിപ്പിച്ചൂടെ ആ കൊച്ചിന്? മനസ്സിലാവുന്ന രീതിയിൽ 4 അക്ഷരം നീ പഠിപ്പിച്ചൊക്കെ മതി. ഇനി എന്റെ പിള്ളേരെ ഞാൻ പഠിപ്പിച്ചോളാം. കാണാം. കാണാം. പാവം കൊച്ചിന്റെ അവസ്ഥ. നീ പോടേർക്കാ. പൂക്കാലം വലം കൈയിലേന്തി വസന്തം മധുവായി. വേറെന്താ വിശേഷം? മാമ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു കാര്യം പറയട്ടെ. എന്തിനാ?